إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله أوصيكم نفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. قال الله تعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും പ്രിയം നിറഞ്ഞ വിശ്വാസിനികൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്നിവിടെ ഒരുമിച്ചിരുന്നത് പോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ് അവന്റെ ശരീരവും അവന്റെ ആത്മാവും. ഇവ രണ്ടും ഒരേ സമയം വളർച്ചയും ഉയർച്ചയും നേടുന്ന ഘട്ടത്തിൽ മാത്രമാണ് മനുഷ്യൻ എന്ന പദത്തിനവൻ അർഹനായി തീരുക. ഇത് ഒരേ സമയം ഉയർന്നിട്ടില്ലെങ്കിൽ, അത് വളർച്ച നേടിയിട്ടില്ലെങ്കിൽ, ശരീരം വളർന്ന് മനസ്സ് വളരാതിരിക്കുന്ന ഒരു ഘട്ടം, അല്ലെങ്കിൽ മനസ്സ് മാത്രം വളർന്ന് ശരീരം വളരാതിരിക്കുന്ന ഒരു ഘട്ടം, ഈ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഗുണമാണ് ഉണ്ടാക്കുക, അതോ ഗുണത്തെക്കാളേറെ ദോഷമാണോ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവ രണ്ടും രണ്ട് ഘടനയിലാണെങ്കിൽ, രണ്ട് സ്ഥിതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു രോഗം നമ്മെ ബാധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവ സന്തുലിതമായി
തുല്യമായിട്ട് വളരുന്ന ഘട്ടത്തിലാണ് മനുഷ്യൻ പൂർണ്ണ സൗന്ദര്യമുള്ള മനുഷ്യനും അതുപോലെ തന്നെ പൂർണ്ണ വളർച്ച എത്തിയ ആളുമായിട്ട് തീരുക എന്നുള്ളതാണ്. നമ്മുടെ മനുഷ്യർക്കിടയിൽ നമുക്ക് ചില ആളുകളെ കാണാൻ സാധിക്കും. അവര് ശരീരത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ശരീര വളർച്ച മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട്, അതിന് മാത്രം ഗൗരവം കൽപ്പിച്ചുകൊണ്ട്, അതിന് എത്രത്തോളം പോഷണം നൽകണമോ അതിനു വേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ച് എങ്ങനെയൊക്കെ അത് പരിപോഷിപ്പിക്കാം, അതിനെ എത്രത്തോളം ഉയർത്താം എന്നൊരു ചിന്തയുമായി മുന്നേറുന്ന ചില മനുഷ്യരുണ്ട്. ഇങ്ങനെ ശരീരത്തിന് മാത്രം വളർച്ച നേടിയെടുക്കുന്നതിന് വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവര് ശരീരത്തിന്റെ ആനന്ദവും അതിന്റെ പുഷ്ടിയും അതിന്റെ സുഖവും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് മറ്റൊന്നും ആലോചിക്കാതെ, നാളെ ഈ ലോകത്തിന് ശേഷം മറ്റൊരു ലോകം വരാനിരിക്കുന്നുണ്ട്, താൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷത്തെ പറ്റിയും നാളെ പടച്ച റബ്ബ് ചോദിക്കും എന്നൊരു ബോധമില്ലാതെ, നാളത്തെ പറ്റിയിട്ട് ഒരു ചിന്തയുമില്ലാതെ ജീവിക്കുന്ന ചില മനുഷ്യർ, ഇവര് ആർഭാടങ്ങളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അതിന് മാത്രം സമയം ചിലവഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടർ. ഇങ്ങനെ ഒരു കൂട്ടർ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോ മറ്റൊരു വശത്ത് ആത്മീയത മാത്രം മുന്നിൽ വെച്ചുകൊണ്ട്, ആത്മീയ വളർച്ച മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട്, തന്റെ മാനസിക വളർച്ച മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്റെ ശരീരത്തെ മറന്ന, തന്റെ ചുറ്റുപാടിനെ മറന്ന, തന്റെ സമൂഹത്തെ മറന്ന മറ്റൊരു കൂട്ടർ. ഇങ്ങനെ ഈ ആത്മീയത മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട്, അതിന്റെ വളർച്ച മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരും വലിയ വീഴ്ചയിലും വലിയ പ്രത്യാഘാതത്തിലുമാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, എന്താണ് ജീവിതം എന്നതിന് കൃത്യമായിട്ട് ഉത്തരമില്ലാത്ത രണ്ട് കൂട്ടരാണ് ഈ പറഞ്ഞ രണ്ട് കൂട്ടർ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവര് ഈ ലോകത്തെ മറ്റ് ആവശ്യങ്ങളെ ഒന്നും പരിഗണിക്കാതെ, സാമൂഹികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വവും നൽകാതെ, ആ ഉത്തരവാദിത്വം ഒന്നും നിർവഹിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടർ. ഇങ്ങനെ ഈ രണ്ട് വിഭാഗക്കാരെ നമ്മൾ വെച്ച് പഠിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്ത് സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ഘട്ടത്തെയും, ഓരോ സൃഷ്ടിയെയും നമ്മൾ പഠിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളും അതിൻ്റെതായ പ്രവർത്തന ശൈലിയും പടച്ച റബ്ബ് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഈ ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ നാൽക്കാലികളോടാണ് ചരിത്രം ഉപമിച്ചിട്ടുള്ളത്. ഇക്കൂട്ടർ എങ്ങനെയാണ് ഉണ്ടായിരിക്കുക? അവര് നമ്മൾ മനുഷ്യരെയും നാൽക്കാലികളെയും ഒന്ന് പരസ്പരം താരതമ്യം ചെയ്യുക. നാൽക്കാലികള് അവര് സാമൂഹ്യ ബോധമില്ലാതെ, അഥവാ അവരുടെ ഒരു ശൈലി അതാണ്, ഏതാണ് വീടെന്നോ ഏതാണ് നാടെന്നോ മറ്റുള്ളവർ ഒരുമിച്ച് ചേരുന്ന ഇടം ഇതാണെന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ പൊതു ഇടങ്ങൾ എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാതെ എവിടെ നിന്നും ഭക്ഷിക്കുന്ന, എവിടെയും മലമൂത്ര വിസർജനം നടത്തുന്ന, അല്ലെങ്കിൽ തന്റെ ഇണചേരുന്ന ഒക്കെ ഘട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന നാൽക്കാലികൾ. ഇങ്ങനെയുള്ള നാൽക്കാലികളുടെ സ്വഭാവത്തോടാണ് സാമൂഹ്യ ബോധമില്ലാത്ത, അല്ലെങ്കിൽ ഈ ആധുനികതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളെ ചരിത്രം ഉപമിച്ചിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, വസ്ത്രം ധരിക്കുന്നതും അതുപോലെ തന്നെ കൃത്യമായിട്ട് സംസാരിക്കുന്ന ഒരു കൂട്ടരാണ് മനുഷ്യരെന്നുള്ളത്. പക്ഷേ നാൽക്കാലികൾ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്ന ആളുകളല്ല, ഇങ്ങനെ കൃത്യമായിട്ട് സംസാരിക്കുന്ന ആളുകളല്ല. ഇതാണ് മനുഷ്യരും നാൽക്കാലികളും തമ്മിലുള്ള ഏറ്റവും പ്രാഥമികമായ വ്യത്യാസം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.
തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത എന്തെന്ന് വെച്ചാൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായിട്ടുള്ള ശൈലി, ജീവിത രീതി ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കണം. നമ്മൾ നല്ല വസ്ത്രം ധരിച്ച്, നല്ല ഭക്ഷണം കഴിച്ച്, നല്ല ഇടപാടുകൾ നടത്തി മുന്നോട്ട് പോകേണ്ട മനുഷ്യരാണ് മുസ്ലിം സമുദായം എന്നുള്ളത്. അതിന്റെ ഉത്തരവാദിത്തം നമ്മൾ കൃത്യമായിട്ട് വിനിയോഗിക്കണം, മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോ നമ്മൾ ഏറ്റവും പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത്, അല്ലാഹു തആല നമുക്ക് കൃത്യമായിട്ടുള്ള രീതികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്കതിന് വേണ്ട എല്ലാ വിഭവങ്ങളും നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. നല്ല ഭക്ഷണ രീതി അല്ലാഹു തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിനെയൊക്കെ നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടരുണ്ടല്ലോ, അവര് ആർഭാടത്തിന് വേണ്ടി ജീവിക്കുന്ന കൂട്ടരാണെങ്കിൽ, മറ്റൊരു വിഭാഗം അവര് ആത്മീയതയിൽ കൊണ്ട് ജീവിക്കുന്ന ഘട്ടത്തിൽ അവരവരുടെ ശരീരത്തെ മറക്കുന്നു, അവരവരുടെ ഭക്ഷണത്തെ മറക്കുന്നു. അല്ലാഹു തആല സംവിധാനിച്ചു കൊടുത്തിട്ടുള്ള ആ ശാരീരിക ഘടനയെ അവര് കൃത്യമായിട്ട് നല്ല രീതിയിൽ വിനിയോഗിക്കാതെ, അതിനെ പരിപോഷിപ്പിക്കാതെ, അതിനു വേണ്ട ഭക്ഷണം നൽകാതെ അവര് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും അവരവരുടെ ശരീരത്തോട് വലിയ ദ്രോഹമാണ് കാണിച്ചു വെക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ആരോഗ്യ സംരക്ഷണത്തിനും ഇസ്ലാം കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ നല്ല മനുഷ്യരെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലാഹു തആല ഇസ്ലാമിൽ വ്യത്യസ്തമായ സംവിധാനങ്ങൾ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മ പദ്ധതിയാണ് ഇബാദത്ത് അഥവാ ആരാധനാ കർമ്മം എന്നുള്ളത്. ഈ ആരാധനാ കർമ്മങ്ങൾ തന്നെ നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുക. വ്യത്യസ്തമായ ആരാധനാ കർമ്മങ്ങൾ അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് സംവിധാനിച്ചു തന്നിട്ടുണ്ട്. ഓരോ ഇബാദത്തിനും വ്യത്യസ്തമായ ശൈലികൾ, വ്യത്യസ്തമായ രീതികൾ അല്ലാഹു തആല സംവിധാനിച്ചു തന്നിട്ടുണ്ട്. ഈ ഇബാദത്ത്, ഈ ആരാധന നമ്മൾ നിർവഹിക്കുന്നതോടുകൂടി വ്യത്യസ്ത തരത്തിലുള്ള പരിപോഷിപ്പിക്കലുകൾ, വളർച്ചകൾ അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീരുന്നു എന്നുള്ളതാണ്. ഇവ കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇതില് മറ്റ് ഇബാദത്തുകൾ നമ്മൾ ഏറ്റവും പ്രാഥമികമായി പറയുകയാണെങ്കിൽ, നമ്മുടെ നമസ്കാരം, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ഹജ്ജ്, നമ്മുടെ ഉംറ ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ കൃത്യമായിട്ട് വ്യത്യസ്തമായി നിൽക്കുന്ന ഒന്നാണ് അസ്സൗം അഥവാ നോമ്പ് എന്നുള്ളത്. മറ്റ് ഇബാദത്ത് കർമ്മങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി നിൽക്കുന്ന വ്യത്യസ്ത ശൈലിയിലുള്ള ഒന്നാണ് നോമ്പ് എന്നുള്ളത്. എന്താണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അല്ലെങ്കിൽ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, നോമ്പ് ഇതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മറ്റ് ഇബാദത്തുകൾ നമ്മൾ പ്രവർത്തിക്കലാണ്. മറ്റ് ഇബാദത്തുകൾ നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട് പ്രവർത്തിക്കലാണ്. നമ്മൾ നമസ്കാരം നിർവഹിക്കുന്നു അല്ലെ. നമ്മൾ നമസ്കാരം നിർവഹിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഒട്ടുമിക്ക അവയവങ്ങളും ഇളകുന്നുണ്ട്. അത് അങ്ങനെ പ്രവർത്തിക്കലാണ് നമ്മുടെ മറ്റ് ഇബാദത്തുകൾ. മറിച്ച് സൗമ്, നോമ്പ് എന്നുള്ളത് ഒഴിവാക്കലാണ്. നമ്മൾ നമസ്കാരം നിർവഹിക്കുമ്പോ, അല്ലെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോ, നമ്മൾ ഹജ്ജ് ചെയ്യുമ്പോ, ഇതൊക്കെ ഒരു പ്രവർത്തിക്കലാണ്. മറിച്ച് നോമ്പ് എന്നുള്ളത് തീർത്തും അതിൽ നിന്ന് വ്യത്യസ്തമാണ്, അത് ഒഴിവാക്കലാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നും നമ്മുടെ വലിയ ഒരു ഘട്ടത്തെ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, നമ്മുടെ നോമ്പ് എന്നുള്ളത് മറ്റാർക്കും കാണാൻ സാധിക്കാത്ത ഒരു ഇബാദത്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നമസ്കാരം നിർവഹിക്കുന്നത് മറ്റുള്ളവർ കാണുന്നുണ്ട്. നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോ സക്കാത്ത് കൊടുക്കുന്നവരും അത് വാങ്ങുന്നവരും, അല്ലെങ്കിൽ സക്കാത്ത് അല്ലെങ്കിൽ ശേഖരിക്കുന്ന ആളുകളും ഇത് കാണുന്നുണ്ട്. ഇനി നമ്മൾ ഹജ്ജ് ചെയ്യുമ്പോ അത് അനേകായിരം ആളുകൾ ഹജ്ജ് കാണുന്നുണ്ട്, ഉംറയെ കാണുന്നുണ്ട്. മറിച്ച് നോമ്പ് എന്നുള്ളത് അത് മറ്റാരും കാണുന്നില്ല, അള്ളാഹു അല്ലാതെ എന്നുള്ളതാണ്. നമ്മുടെ നോമ്പിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോ അത് ഞാനും എന്റെ റബ്ബും മാത്രമായിട്ടുള്ള വലിയൊരു കരാറാണ് നമ്മുടെ നോമ്പ് എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഏറ്റവും പ്രാധാന്യപൂർവ്വം കാണേണ്ട ഒരു ഇബാദത്തി കർമ്മമാണ് നമ്മുടെ നോമ്പ് എന്നുള്ളത്. ഇതോടൊപ്പം മറ്റൊന്ന് ഏറ്റവും ത്യാഗം നിറഞ്ഞ ഒന്നാണ്, ഏറ്റവും ത്യാഗം നിറഞ്ഞ ഒരു ഇബാദത്ത് കൂടിയാണ് നോമ്പ് എന്നുള്ളത്. എന്താണ് ഏറ്റവും ഈ ത്യാഗം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അതിലൊന്ന്
നമ്മുടെ അന്നപാനീയങ്ങളാണ്, നമ്മുടെ ഭക്ഷണ കാര്യങ്ങളാണ്. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ വലിയൊരു ഇടവേളയിൽ നമ്മൾ അത് മാറ്റിവെക്കുന്നു. നമ്മള് കുറെ സമയം സുബഹ് മുതൽ മഗ്രിബ് വരെയുള്ള സമയത്തോളം നമ്മുടെ ഭക്ഷണപാനീയങ്ങൾ, അന്നപാനീയങ്ങൾ നമ്മൾ മാറ്റിവെക്കുന്നു. ഇതിന് ശേഷമോ നമ്മൾ വേണ്ടത് മാത്രം നമ്മൾ ഭക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, വിവാഹിതരായവരെ സംബന്ധിച്ചിടത്തോളം ഇണചേരൽ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കർമ്മത്തെ നമ്മൾ ഈ നോമ്പിന്റെ ഒരു സമയത്ത് നമ്മൾ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി റബ്ബിന്റെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങളെ നമ്മൾ മാറ്റിവെക്കുന്നതാണ്. അഥവാ ഏറ്റവും ത്യാഗം നിറഞ്ഞ ഒരു ഇബാദത്ത് എന്ന് ഞാൻ പറയാൻ കാരണം ഇത്രയും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെ നമ്മൾ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നാഥന്റെ മുമ്പിൽ നമുക്ക് എല്ലാം സമർപ്പിക്കാൻ സാധിക്കാനുള്ള വലിയൊരു വഴിയായിട്ട് നോമ്പിനെ അല്ലാഹു തആല നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. അഥവാ ഞാൻ പറഞ്ഞ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന് നമ്മുടെ അന്നപാനീയങ്ങളും മറ്റൊന്ന് ഇണചേരലും. ഇതാണ് നമ്മുടെ ലോകത്ത്, ഈ ആധുനിക ലോകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പല സംഭവ വികാസങ്ങളുടെയും ഉത്ഭവം ഇവിടെ നിന്നുള്ളതാണ്. നമ്മുടെ അധികമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള നമ്മുടെ സ്നേഹം, അല്ലെങ്കിൽ ഈ ലൈംഗികത നിറഞ്ഞ ജീവിതത്തെ നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന, അതിനെ അനിയന്ത്രിതമായിട്ട് നിയന്ത്രണമില്ലാതെ ഉപയോഗപ്പെടുത്തുന്നതിലൂടെയാണ് പല സംഭവ വികാസങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും. അത് ഞാൻ ഭക്ഷണപാനീയങ്ങൾ എന്ന് കൃത്യമായിട്ട് പറഞ്ഞത് വെച്ചാൽ നമ്മുടെ 2-3 ദിവസങ്ങൾ മുമ്പുള്ള നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ ലോകത്തെ വാർത്തകൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഒരു മനുഷ്യനിൽ നിന്നും ഉണ്ടായിത്തീരാൻ സാധിക്കാത്ത രൂപത്തിലുള്ള പല സംഭവ വികാസങ്ങളുമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഇവിടെ നിന്ന് ഉത്ഭവിച്ച് വന്നതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അഥവാ നമ്മള് ഒരു നിയന്ത്രണമില്ലാത്ത ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് ഈ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു വഴി പടച്ച റബ്ബ് നമുക്ക് സംവിധാനിച്ചു തന്നിട്ടുള്ള ഒന്നാണ് നമ്മുടെ നോമ്പ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. നോമ്പുകാരനായിരിക്കെ ഒരു മനുഷ്യൻ തന്റെ റബ്ബുമായിട്ട് പ്രധാനപ്പെട്ട ഒരു കരാറിൽ ഏർപ്പെടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം. നോമ്പുകാരനായിരിക്കെ നമുക്ക് വേണമെങ്കിൽ പോയിട്ട് ആരും കാണാൻ നമുക്ക് പോയിട്ട് വെള്ളം കുടിക്കാം, നമുക്ക് ഭക്ഷണം കഴിക്കാം. പക്ഷേ ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻക്കിത് ചെയ്യാൻ സാധിക്കില്ല. അവനക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. വേണമെങ്കിൽ മറ്റു വേണ്ടാത്ത മ്ലേച്ഛതകളിലൊക്കെ അവർക്ക് പ്രവർത്തിക്കാം. പക്ഷെ നോമ്പുകാരനായിരിക്കെ ഒരു യഥാർത്ഥ നോമ്പുകാരൻ അത് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതെന്തെന്ന് വെച്ചാൽ അത് തന്റെ റബ്ബുമായിട്ട്, തന്റെ പടച്ച റബ്ബുമായിട്ടുള്ള അത്രയും അഗാധമായ ആത്മാർത്ഥമായ ബന്ധത്തിന്റെ അടയാളമാണതെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് അല്ലാഹു തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. എന്താണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്? അല്ലാഹു തആല പറയുന്നു, അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളായി തീരുന്നതിന് വേണ്ടി, നിങ്ങൾ സൂക്ഷ്മത കൈക്കൊള്ളുന്ന ആളുകളായി തീരുന്നതിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നുള്ളത് തഖ്വയുള്ള മനുഷ്യരായിട്ട്, സൂക്ഷ്മതയുള്ള മനുഷ്യര് ജീവിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. അഥവാ മനുഷ്യ ജീവിതത്തിലെ മറ്റു 11 മാസക്കാലം ചെയ്തു തീർത്ത എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും മാറി ചിന്തിക്കാൻ, പുതിയ മനുഷ്യനായി രൂപപ്പെടാനുള്ള അവസരമാണ് നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത്. അതിനെ നമുക്ക് കൃത്യമായിട്ട് ചേർത്ത് പിടിക്കാൻ സാധിക്കണം. അതിനെ ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആദ്യം ശുദ്ധീകരിക്കണം നമ്മുടെ ഹൃദയത്തെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഖൽബുൻ സലീമോടുകൂടി നമുക്ക് നമ്മുടെ റമളാനെ സ്വീകരിക്കാൻ സാധിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഖൽബുൻ സലീമോടുകൂടി നമുക്ക് ഹൃദയത്തെ സ്വീകരിക്കാൻ, റമളാനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അഥവാ അങ്ങനെ നല്ല മനസ്സോടുകൂടി നമ്മൾ റമളാനെ സ്വീകരിക്കുമ്പോൾ, റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ തഖ്വാബോധമുള്ള മനുഷ്യരായിക്കൊണ്ട് റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യത്തെ നോമ്പ് മുതൽ തന്നെ ഏറ്റവും കൃത്യമായിട്ട് നമുക്ക് കൂടുതൽ ബ്ലെസ്സിങ്സ് അല്ലാഹുവിൽ നിന്ന് കരസ്ഥമാക്കാനും കൂടുതൽ റിവാർഡ്സ് അല്ലാഹുവിൽ നിന്ന് കരസ്ഥമാക്കാനുള്ള വഴിയായിട്ടാണ് റബ്ബ് നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് പുണ്യങ്ങളുടെ പൂക്കാലമെന്ന്. ഇത് പുണ്യങ്ങളുടെ പൂക്കാലം തന്നെയാണ്. ആ പൂക്കാലം നമുക്ക്
കരസ്ഥമാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്നടങ്കം ഒരുങ്ങേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ നഫ്സിനെ ശരിപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തെ നമുക്ക് ശരിപ്പെടുത്താൻ, അതിന്റെ ഭദ്രതയെ കൃത്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിൽ നമ്മൾ സംസാരിച്ച വിഷയമായിരുന്നു കുടുംബബന്ധം എന്നുള്ളത്. ആ കുടുംബബന്ധം വിച്ഛേദിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോ ഈ വിച്ഛേദിച്ച കുടുംബ ബന്ധത്തോടു കൂടിയാണ് അവൻ പ്രവേശിക്കുന്നതെങ്കിൽ പിന്നെന്താണ് അവൻ റമദാൻ നേടിയെടുക്കാനുള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് മിമ്പറിൽ കയറുമ്പോൾ 3 തവണ ആമീൻ പറയുന്നുണ്ട്. ഇതെന്താണ് എന്ന് സ്വഹാബത്ത് തിരിച്ചു ചോദിക്കുമ്പോ അതിൽ റസൂൽ കൊടുക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നോമ്പ് ലഭിച്ചിട്ട് അതിന് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താത്ത, വിനിയോഗിക്കപ്പെടാത്ത ആളുകൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ഇറക്കി കൊടുക്കണമെന്നതിന്റെ ആമീനായിരുന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ ഒരു വിഭാഗത്തിൽ പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനത്തെ ഒരു വിഭാഗത്തിന്റെ ആളുകളായി തീരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. തീർച്ചയായിട്ടും റമദാനെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കാൻ, നല്ല റമദാനെ നമുക്ക് സ്വീകരിക്കാൻ നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ, നമ്മുടെ മറ്റു ഇബാദത്തി കർമ്മങ്ങൾ, നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും, നമ്മുടെ ഇടപാടുകളും, നമ്മുടെ എല്ലാം ഏറ്റവും കൃത്യതയോടുകൂടി, ഏറ്റവും നല്ല നീയത്തോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കണം. നീയത്ത് കൃത്യപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് നീയത്തിനെ പറ്റിയിട്ട്. നമ്മൾ റമദാനിലും കൂടുതൽ കേൾക്കും. ചെറിയ മക്കളൊക്കെ പറയും നീയത്ത് വെച്ചിട്ടില്ല ഉമ്മ ഉപ്പ എന്നൊക്കെ. നീയത്തിനെ പറ്റി നമ്മൾ കൂടുതൽ കേൾക്കുന്ന ഒരു സമയമാണിത്. അഥവാ നീയത്ത് കൃത്യപ്പെടണം. അത് എല്ലാ കാര്യത്തിന്റെ നീയത്തും കൃത്യപ്പെടണം. ആ നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നമ്മുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുക. അപ്പൊ നീയത്ത് കൃത്യപ്പെടുത്തിക്കൊണ്ട് നല്ല നഫ്സോടുകൂടി റമദാനിനെ സ്വീകരിക്കുന്ന ആളുകളായി തീരാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കഴിഞ്ഞ കാലത്ത് വന്നുപോയ വീഴ്ചകളൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് അത് നമ്മൾ തുടരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് പറഞ്ഞ് അതിനൊക്കെ തുടച്ചു നീക്കി നല്ല മനസ്സോടുകൂടി റമദാനിനെ സ്വീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കുന്ന, ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. പ്രിയപ്പെട്ടവരെ, അവരുടെ ബർസഹി ജീവിതത്തിന്റെ വിജയത്തിനായി ജന്നാത്തുൽ ഫിർദൗസിന്റെ ലബ്ധിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അവരുടെ ബർസഹി ജീവിതം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഴ്ചകളൊക്കെ ഏറ്റുപറഞ്ഞ് നല്ല മനസ്സോടുകൂടി റമദാനിനെ സ്വീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ഖുർആൻ പാരായണങ്ങൾ നടത്താനും, ധാരാളം സാമ്പത്തിക സഹായങ്ങൾ അർപ്പിക്കാനും, കൂടുതൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനും ഒക്കെയുള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വഖൂലി ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇൽ മുഅ്മിനീൻ ഫഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله أوصيكم نفسي وثانيا بتقوى الله. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مثواهم. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار وأدخلنا الفردوس يا رب العالمين، وأدخلنا الفردوس يا رب العالمين. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن. اللهم انصر المسلمين في كل مكان، اللهم انصر المسلمين في كل مكان.
اللهم انصر المسلمين في كل مكان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقم الصلاة.